ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം. താരസംഘടനയായ അമ്മയിലെ ഭാരവാഹികളുടെ കൂട്ടരാജിക്ക് ശേഷവും വിവാദങ്ങൾ രാജിയാകുന്നില്ല. ഇപ്പോൾ വീണ്ടും വെടിപൊട്ടിച്ചിരിക്കുന്നത് മാലാ പാർവതിയും അൻസിബ ഹസനും ഉഷ ഹസീനയും മായ വിശ്വനാഥുമാണ്. അവർ പറയുന്നത് അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ BJPയിൽ നിന്ന് 2 കോടി രൂപ സംഭാവന സ്വീകരിച്ചു എന്നാണ്. മാത്രമല്ല, അദാനി ഗ്രൂപ്പിൽ നിന്ന് ശ്വേത മേനോൻ വഴി 15 കോടി രൂപ സംഭാവന ലഭിക്കുമെന്ന് BJP നേതാവ് പത്മജ വേണുഗോപാൽ പറയുന്നതിൻ്റെ ശബ്ദരേഖയും അവർ കേൾപ്പിക്കുന്നുണ്ട്. സിനിമ ഒരു ജനകീയ കലാരൂപമാണ്. അതിൻ്റെ പ്രേക്ഷക വലയത്തിൽ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകളുമുണ്ട്. സിനിമയുണ്ടാക്കുന്ന കോടികളിൽ അത്താഴപ്പക്ഷണിക്കാരൻ്റെയും കൂലിപ്പണിക്കാരൻ്റെയും ഒക്കെ വിയർപ്പ് കലർന്ന പണവും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. സിനിമാ താരങ്ങൾ പ്രേക്ഷകരുടെ ആരാധനാ വിഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധനാ വിഗ്രഹങ്ങളെക്കുറിച്ചും അവരുടെ സംഘടനകളെക്കുറിച്ചുമൊക്കെ അറിയുവാൻ പ്രേക്ഷകർക്ക് ഔത്സുക്യമുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ ആരോപണങ്ങൾ, അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ വിശദാംശങ്ങൾ, ഇത് മുഴുവൻ മലയാള പ്രേക്ഷക സമൂഹത്തോട് വിശദീകരിക്കാൻ മാലാ പാർവതിയും കൂട്ടരും ബാധ്യസ്ഥരാണ്. ശ്വേത മേനോൻ വാങ്ങിയെന്ന് പറയുന്ന ഈ 2 കോടിയുടെയും ഇനി എത്തിച്ചേരുമെന്ന് പറയുന്ന കോടികളുടെയും സത്യാവസ്ഥ, അതിൻ്റെ തെളിവുകൾ, ഇതെല്ലാം മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും പ്രസിദ്ധീകരിക്കണം. കാരണം അതെല്ലാം അറിയുവാൻ മലയാള പ്രേക്ഷകന് അവകാശമുണ്ട്. മാത്രമല്ല, അമ്മ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയല്ല. അപ്പോൾ അമ്മ എന്ന് പറയുന്ന ഈ സംഘടനയിൽ ഒരു രാഷ്ട്രീയ സംഘടനയായ BJPക്ക് എന്താണ് കാര്യം? എന്തിനു വേണ്ടിയാണ് BJP ഇത്രമാത്രം പണം അമ്മയിലേക്ക് ഒഴുക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതെല്ലാം സാധാരണക്കാർക്ക് കൂടി അറിയാവുന്ന രീതിയിൽ പത്രമാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്താൻ ആരോപണം ഉന്നയിക്കുന്നവർ തയ്യാറാകണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.